പോയിട്ടും പരിഹരിക്കപ്പെടുന്നില്ല. വീണ്ടും വിശ്വസിച്ചു. ഒരു ദിവസം രാത്രിയിലിരുന്ന് ദീർഘസമയം ഇരുന്ന് പ്രാർത്ഥിക്കാൻ അവർക്കൊരു ബോധ്യം ലഭിച്ചു. ദീർഘസമയം ഇരുന്ന് പ്രാർത്ഥിച്ച ആ രാത്രി കഴിഞ്ഞപ്പോൾ US നിന്ന് പഴയ ഒരു സുഹൃത്ത്, പണ്ടെങ്ങാണ്ട് കോളേജിൽ പഠിച്ചപ്പോൾ ഒരു സുഹൃത്ത് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താണ്? എനിക്കൊരു അസ്വസ്ഥത, നിന്നെക്കുറിച്ച് പെട്ടെന്നൊരു ചിന്ത വന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിന്നെ സഹായിക്കണമെന്ന് എനിക്കൊരു ബോധ്യമുണ്ടായി. നോക്കുക, ഇവിടെ എറണാകുളത്തിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ US ഒരാളുടെ ഹൃദയത്തെ കർത്താവ് തൊടുവാനിടയായി. നിങ്ങൾ വിശ്വസിക്കുകയാണ് എങ്കിൽ നിലവിലുള്ള ഏത് വലിയ പ്രതിസന്ധിയാണെങ്കിലും സ്വർഗീയമാകുന്ന വഴികൾ തുറന്ന് കർത്താവ് അത് പരിഹരിക്കുവാൻ വിശ്വസ്തനാണ്. ഓ ലോർഡ് ജീസസ്, നിന്റെ വിശ്വാസത്തിന് വിരോധമായി നിൽക്കുന്ന സകല അവിശ്വാസവും യേശുവിൻ നാമത്തിൽ ബ്രേക്കായി പോകട്ടെ. ഓ വിശ്വാസത്തിന് ഈ പറഞ്ഞിരിക്കുന്ന ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലെ ഏറ്റവും കാതലായ വിശ്വാസത്തിന് പലപ്പോഴും തടസ്സമായി നിൽക്കുന്ന ഒരു സാധനമാണ് അവിശ്വാസം എന്ന് പറയുന്നത്. ഈ സത്യമെല്ലാം നിനക്ക് ഇതുവരെയും വെളിപ്പെട്ട് കിട്ടിയിട്ടും നീ ഇതുവരെയും കർത്താവിൽ വിശ്വസിക്കാൻ തയ്യാറായില്ലെങ്കിൽ അത് അവിശ്വാസമാണ്. സ്നാനം സത്യമാണെന്ന് നിനക്ക് 1000 പ്രാവശ്യം ബോധ്യമായിട്ടും നീ അത് അനുസരിക്കുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അത് അവിശ്വാസമാണ്. വിശ്വാസത്തിന് വിരോധമായി നിൽക്കുന്നു. മറ്റൊരു കാര്യം, വിശ്വാസത്തിന് വിരോധമായി നിൽക്കുന്നത് അന്ധവിശ്വാസങ്ങളാണ്. നമ്മൾ ഇന്ന് പാർക്കുന്ന ഈ ലോകം അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ലോകമാണ്. ഇന്ന് രാവിലെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആരെയെങ്കിലും കണി കണ്ടു കാണും. അപ്പോഴേ നിങ്ങൾക്ക് തോന്നിക്കാണും ഇന്നത്തെ ദിവസം ശരിയല്ല. ഞാൻ വളരെ വിനയപരിശ്രമം ഓർപ്പിക്കട്ടെ, അതൊരു അന്ധവിശ്വാസമാണ്. നിങ്ങൾ എവിടെയോ ഒരു പുസ്തകത്തെ ചവിട്ടിയപ്പോൾ കൈ തൊട്ടു, ഉമ്മ ഇങ്ങനെ നെറ്റിയിൽ വെച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചു. ആമേൻ. ആ പുസ്തകത്തെ മനഃപൂർവ്വം ചവിട്ടണമെന്നല്ല ഞാൻ പറയുന്നത്. തെറ്റായിട്ട് അറിയാൻ നിങ്ങളൊന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ അതിനെ പ്രത്യേകിച്ച് തൊട്ട് നമസ്കരിക്കേണ്ട ഒരു കാര്യവുമില്ല. ദേശം നിന്റെ മേൽ അടിച്ചേൽപ്പിച്ച ഒരു അന്ധവിശ്വാസമാണത്. ഓ യെസ്, ആമേൻ. ആരോ ഒരാൾ ഈ പേഴ്സ് എടുത്തതിന് ശേഷം, ഞാൻ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ പേഴ്സ് എടുത്തതിന് ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, അയ്യോ അവിടെ ചെരുപ്പുണ്ടല്ലോ, ചെരുപ്പിലിട്ടിരിക്കുന്ന ബാഗിനകത്ത് ഞാൻ പേഴ്സ് വെക്കുകയില്ല. എന്തുകൊണ്ടാണ്? ഇതിനകത്തിരിക്കുന്നത് ദൈവമാണെന്നാണ് താൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ചെരുപ്പിൻ്റെ കൂടെ ഇരിക്കുവാൻ ഈ പേഴ്സിന് അനുവാദമില്ലെന്നാണ് താൻ കരുതുന്നത്. വിനയപുരസ്സരം ഓർപ്പിക്കട്ടെ, അതൊരു അന്ധവിശ്വാസമാണ്. ആമേൻ. വിശ്വാസത്തിൽ വന്നതിന് ശേഷവും കല്യാണ ശുശ്രൂഷ വരുന്നുടനെ 11:30 ആള് ഇറങ്ങുന്നില്ല. എവിടുത്തെ കല്യാണമാണ്? എൽഷദായിലെ കല്യാണമാണ്. പക്ഷേ ഇപ്പോഴും ഇത്രയൊക്കെ കേട്ടതിന് ശേഷവും 11:30 ഒന്ന് കഴിഞ്ഞോട്ട്. എന്താ? നിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന രാഹുകാലം എന്ന് പറയുന്നത് അന്ധവിശ്വാസമാണ്. ഒരു നക്ഷത്രവുമല്ല നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉടയവനാകുന്ന ദൈവമാണ് നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. നമുക്ക് ചൊവ്വാഴ്ചയാകുമ്പോഴത്തേന് പലർക്കും വേദന കൂടും. എന്താ ചൊവ്വാഴ്ച ഒരു വേദന കൂടുന്നത്? നിന്റെ ഉള്ളിലൊരു അന്ധവിശ്വാസം, ചൊവ്വാഴ്ച ശരിയല്ല, വെള്ളിയാഴ്ച ശരിയല്ല. വിനയപുരസ്സരം ഓർപ്പിക്കട്ടെ, ഏത് ദിവസമാകട്ടെ, ഏത് സമയമാകട്ടെ, നിന്റെ കൂടെ യേശു ഉണ്ടെങ്കിൽ നിനക്ക് ആ ദിവസമെല്ലാം ഏത് മണിക്കൂറിലും നന്മയാണ്. സകല അന്ധവിശ്വാസങ്ങളും തകരട്ടെ. ഇങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. ഇപ്പോൾ സായിപ്പന്മാരുടെ ഇടയിൽ പോയി കഴിഞ്ഞാൽ 13 എന്ന നമ്പർ അവർക്ക് ഭയങ്കര ഭയമുള്ള നമ്പറാണ്. അത് 12 ശിഷ്യന്മാരും യേശുവും കൂടെ ചേർന്ന് 13 അല്ലേ? ആ 13 ഒരാളാകുന്ന യൂദയാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാനിടയായത്. അതുകൊണ്ടാണ് 13 എന്ന നമ്പർ സായിപ്പന്മാർക്ക് ഭയങ്കരമായിട്ട് അതിനെ ഭയമാണ്. അവിടെയുള്ള ഹോട്ടൽ, ഇവിടെ ഇന്ത്യയിലും അതുകൊണ്ട് അത് തന്നെ നമ്മൾ കോപ്പി ചെയ്തു. ഹോട്ടലുകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും റൂമുകളിൽ പോവുകയാണെങ്കിൽ 12 കഴിഞ്ഞാൽ പിന്നെ 14 ഉള്ളൂ, 13 ഇല്ല. ഒരന്ധവിശ്വാസമാണ്. നമ്പർ ഏതുമാകട്ടെ, ദിവസം ഏതുമാകട്ടെ, ആരെ കണി കണ്ടാലും ഏതൊക്കെ ഇടത്ത് നമ്മൾ പോയാലും യേശു ഉണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ,
നിന്റെ ജീവിതത്തിൽ ശുഭകരമാകുന്നത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എല്ലാ ഭയങ്ങളും, ഈ അന്ധവിശ്വാസങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്ങളാ. തൊടുന്നതിനും പിടിച്ചതിനും എല്ലാം ഭയമാണ്. എൻ്റെ ഭാര്യ വീട്ടുകാര്, എൻ്റെ ഭാര്യയുടെ വീട്ടിലൊക്കെ അന്ന് അവിടെ പോകുമ്പോൾ അമ്മച്ചിമാരൊക്കെ പറയുന്നു, അയ്യോ മോനെ, പുറകിൽ ഒരു പാമ്പ് വന്നായിരുന്നു, അത് തിരുമേനിക്ക് ഞാനൊരു നേർച്ച കൊടുത്തിരുന്നു, വന്നതാ, തിരുമേനി വന്നതാണ് എന്ന്. അതൊരു അന്ധവിശ്വാസമാണ്. തിരുമേനി പാമ്പായിട്ടൊന്നും വരത്തില്ല, തിരുമേനിക്ക് വരാനും ഒക്കത്തില്ല. ആമേൽ നിന്റെ വീടിനകത്ത് പാമ്പ് കയറിയാൽ വടിയെടുത്ത് അടിച്ചു കൊല്ലണം. അത്രയേ ഉള്ളൂ അതിനകത്ത് കാര്യം, വേറെ ഒന്നുമില്ല. വീടിനകത്തോട്ട് കയറിയപ്പോഴേക്കും ബൾബ് പൊട്ടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കടയിൽ പോയി പുതിയൊരു ബൾബ് മേടിച്ച് അവിടെ ഇടണം. അതിനെ ചൊല്ലി ഭയം വെച്ചുകൊണ്ടിരിക്കരുത്. ഇന്നുണ്ടാകുന്ന ഏതെങ്കിലും ഒരു സംഘർഷത്തിന്, അയ്യോ ഞാൻ 3 വർഷം ഇന്നടത്ത് ചെന്നപ്പോൾ ഇതുപോലൊരു കാര്യമുണ്ടായി, ഞാൻ അവിടെ നിന്നപ്പോൾ ചിലപ്പോൾ എൻ്റെ കൂടെ ആ ബാധ കൂടിയതായിരിക്കും. ഒരു ബാധയും നിന്റെ കൂടെ കൂടത്തില്ല. നീ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഒരു ബാധയ്ക്കും നിന്റെ അടുത്ത് വരാൻ കഴിയത്തില്ല. ഈ ഭാഗത്ത് ഞാനൊരു കാര്യം കൂടെ പരാമർശിക്കുകയാണ്. ശുശ്രൂഷകന്മാർ ഉൾപ്പെടെയുള്ളവർ കേട്ടുകൊള്ളുക. നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു സംഘർഷമാകട്ടെ, ആ സംഘർഷത്തെ മറ്റ് ചില കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യരുത്. ഇപ്പോൾ നിങ്ങൾക്കൊരു തലവേദന ഉണ്ടായപ്പോൾ, അയ്യോ 4 ദിവസം മുമ്പ് ഞാൻ ആ തലവേദനയുള്ള സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തലവേദന കയറിയതായിരിക്കും. കണക്ട് ചെയ്യരുത്. ഇപ്പോൾ തലവേദന ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ മതി, അത് പോകും. പണ്ട് നടന്ന ഒരു കാര്യവുമായിട്ട് അതിനെ കണക്ട് ചെയ്യരുത്. ശുശ്രൂഷയിലായിരിക്കുന്നവർ, നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകൾ നിങ്ങളാണോ ചെയ്യുന്നത്? അല്ല, നിങ്ങളിലുള്ള യേശുവാ ചെയ്യുന്നത്. ഒരു രോഗിക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിന്റെ കൈയാണോ രോഗിയുടെ മുകളിൽ ചെല്ലുന്നത്? അല്ല, നിന്റെ കൈക്ക് പകരം യേശുവിൻ്റെ കൈയാണ് ആ രോഗിയുടെ മുകളിൽ ചെല്ലുന്നത്. അങ്ങനെങ്കിൽ പ്രശ്നം നിനക്ക് മാത്രമല്ല തലവേദന ഉണ്ടാകേണ്ട, യേശുവിനും തലവേദന ഉണ്ടാകണം. യേശുവിന് എന്തായാലും തലവേദന ഉണ്ടാകാത്തതിനാൽ സംഘർഷം വന്നു കഴിഞ്ഞാൽ യേശുവിൻ നാമത്തിൽ പരിഹരിക്കുക. യേശുവിൻ നാമത്തിൽ സകല അന്ധവിശ്വാസങ്ങളുടെ സ്വാധീനങ്ങളും വിട്ടുപോകട്ടെ, മാറിപ്പോകട്ടെ. വിശ്വാസത്തിന്, ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശ്വാസത്തിന് എതിര് നിൽക്കുന്ന ഒരു കാര്യമാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം ഈ അധ്യായത്തിൽ തന്നെ വിശ്വാസത്തിന് എതിര് നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. അത് പ്രവൃത്തിയാണ്. വെറും പ്രവൃത്തി എന്ന് പറഞ്ഞുകൂടാ, ലീഗലിസം. ഓൾഡ് ടെസ്റ്റമെന്റിലെ ന്യായപ്രമാണത്തിൻ്റെ കാര്യമാണ് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവൃത്തി വിശ്വാസത്തിന് വിരോധം നിൽക്കുകയാണ്. ഇന്നത്തെ സാഹചര്യങ്ങളുമായിട്ട് ചേർത്ത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചിന്ത ഉണ്ടാകുന്നു, 14 വെള്ളിയാഴ്ച ഉപവസിച്ചാൽ പ്രശ്നം മാറും. 14 വെള്ളിയാഴ്ച ഉപവസിക്കേണ്ട, പ്രശ്നം മാറാൻ യേശുവിൻ്റെ നാമം അതരത്തിലെടുത്താൽ മതി. യേശുവിൽ വിശ്വസിക്കുന്ന നീ 14 വെള്ളിയാഴ്ച പ്രവർത്തിക്കുന്നത് കൊണ്ടോ 22 വെള്ളിയാഴ്ച പ്രവർത്തിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല, പ്രത്യേകമാകുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടല്ല നിന്നിൽ ആ അത്ഭുതം സംഭവിക്കുന്നത്. കർത്താവിന് നിന്നോട് കരുണ തോന്നിയിട്ട് കർത്താവ് നീ ചെയ്യുന്ന ഏതെങ്കിലും കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, നിന്നോട് കർത്താവിന് തോന്നുന്ന പ്രീതിവാത്സല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കർത്താവ് നിന്നെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത്. ഒരു പ്രത്യേക പ്രവൃത്തിയുടെ ആവശ്യം അവിടെയില്ല. 20 മെഴുകുതിരി കുരിശിൻ്റെ നടയിൽ കത്തിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നിനക്കറിയാം ഞാൻ 20 മെഴുകുതിരിയല്ലേ കത്തിച്ചത്, അപ്പോൾ ദൈവം എനിക്ക് നിശ്ചയമായിട്ടും മറുപടി തരും. ഒരു വെടിയല്ലേ ഞാൻ പൊട്ടിച്ചത്. വെടി പൊട്ടിച്ചതിൻ്റെയോ മെഴുകുതിരി കത്തിച്ചതിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല കർത്താവ് നിന്നെ വിടുവിക്കാൻ പോകുന്നത്. നിന്നെ വിടുവിക്കുവാൻ പോകുന്നത് കാൽവറി ക്രൂശിൽ കർത്താവ് നിനക്ക് വേണ്ടി എന്തു ചെയ്തിരിക്കുന്നുവോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കർത്താവ് നിന്നെ വിടുവിക്കുവാൻ പോകുന്നത്. Praise the Lord. Oh, hallelujah. 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 Hallelujah.
ഞാൻ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള മതസംവിധാനങ്ങളിൽ നിലനിൽക്കുന്ന ആചാരങ്ങളെല്ലാം കപടമാകുന്നു എന്ന് ഞാൻ വിനയപരിശ്രമം ഓർപ്പിക്കുകയാണ്. എന്തെങ്കിലും പ്രത്യേക ദൈവിക അനുഗ്രഹം നേടുവാൻ വേണ്ടി നീ ഇവിടെ നിന്ന് നടന്ന് ഒരു സ്ഥലം വരെ പോകേണ്ട കാര്യമുണ്ടോ? ചുമന്നുകൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ? ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാനത്ത് നിന്ന് നിലത്ത് കിടന്ന് ഉരുളേണ്ട കാര്യമുണ്ടോ? ഇല്ല. എൻ്റെ പൊന്നു സഹോദരി സഹോദരന്മാരേ, നിങ്ങൾ കർത്താവിൽ കടന്നു വിശ്വസിക്കുകയാണെങ്കിൽ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. വീണ്ടും ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, നീ ചെയ്യുന്ന ചില പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല കർത്താവ് നിന്നെ വിടുവിക്കുവാൻ പോകുന്നത്. നിനക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ എന്ത് ചെയ്തിരിക്കുന്നുവോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിന്നെ കർത്താവ് വിടുവിക്കുവാൻ പോകുന്നത്. നീ മീശ എടുത്തത് കൊണ്ടോ നീ പ്രത്യേകമാകുന്ന കളറുള്ള ഷർട്ട് ഇട്ടത് കൊണ്ടോ അതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ നല്ല കാര്യം. അതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുന്നത്. ക്രൂശിൽ നിനക്ക് വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്. അവിശ്വാസം ഒരു തടസ്സമാണ്, അന്ധവിശ്വാസം ഒരു തടസ്സമാണ്, ലീഗലിസം ഒരു തടസ്സമാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലെ പ്രഥമ ഘടകമാകുന്ന വിശ്വാസം, ആ വിശ്വാസം നിങ്ങൾ പുറപ്പെടുവിക്കുവാൻ തയ്യാറാകുകയാണെങ്കിൽ അതിൽ കൂടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ 3-ാമത്തെ അധ്യായത്തിലും മറ്റും രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3-ാമത്തെ അധ്യായത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ആത്മാവ് ലഭിച്ചത് വിശ്വാസത്തിൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ടതുകൊണ്ടാണ്. അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും സംഭവിച്ചത് വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതുകൊണ്ടാണ്. 3-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. ആമേൻ. വിശ്വാസിയാകുന്ന അബ്രഹാമിനോടുകൂടെ. ഈ പൗലോസിന് വളരെ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് അബ്രഹാം. റോമാലേഖനത്തിൽ നിങ്ങൾക്ക് 4-ാമത്തെ അധ്യായത്തിൽ അബ്രഹാമിനെ കുറിച്ചുള്ള പരാമർശം നടത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. ഗലാത്യ ലേഖനത്തിലും അബ്രഹാമിനെ കുറിച്ചുള്ള പരാമർശം അദ്ദേഹം നടത്തിയിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അബ്രഹാമിൻ്റെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ, അദ്ദേഹത്തെ വിശ്വാസത്തിൻ്റെ പിതാവെന്ന് നാം വിളിക്കുന്നുവല്ലോ, ആ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ വ്യക്തമായിട്ട് വിശ്വാസത്തിൻ്റെ ചില അത്ഭുതങ്ങൾ തന്നിൽ കാണുവാൻ കഴിയുന്നുണ്ട്. 25 വർഷം ഒരു മകന് വേണ്ടി കാത്തിരുന്നു. 25 വർഷമായിട്ടും മകൻ ലഭിക്കാതിരുന്നതിനാൽ വിശ്വാസത്തിൽ താൻ മടുത്തു പോകുവാൻ ഇടയായില്ല. 100-ാമത്തെ വയസ്സിൽ തൻ്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിച്ചു. വളരെ വ്യക്തം. വിശ്വസിക്കുകയാണെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞെന്നിരിക്കാം, കർത്താവ് നിന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം നിശ്ചയമായി നടന്നിരിക്കും. 100 വയസ്സായാലും നടക്കും. നല്ല വാർദ്ധക്യത്തിലാണെങ്കിലും നടക്കും. കർത്താവാണോ നിന്നോട് പറഞ്ഞിരിക്കുന്നത്? നീ വിശ്വസിക്കുകയാണെങ്കിൽ അത് സംഭവിക്കുവാൻ ഇടവരും. കരങ്ങളടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചോ സന്തോഷത്തോടുകൂടെ. ഓ യെസ്. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ആ അത്ഭുതം സംഭവിക്കുവാൻ ഇടവരും. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും സാരമില്ല, നടന്നിരിക്കും. ഹല്ലേലൂയ. അത് ഒരു നല്ല മാതൃകയാണ്. മാത്രമല്ല മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. ഈ 100-ാം വയസ്സിൽ കിട്ടിയ മകനെ കർത്താവ് പറഞ്ഞു, ഇവനെ മോറിയ മലയിൽ കൊണ്ടുപോയി ഹോമയാഗം അർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യാതൊരു മടിയും കൂടാതെ ഈ മകനുമായിട്ട് ആ മലയിലേക്ക് അദ്ദേഹം പോകുവാനിടയായി. എങ്ങനെയുള്ളവർക്ക് മാത്രമേ പോകുവാൻ കഴിയത്തുള്ളൂ? ഇവൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഈ കൊല്ലപ്പെട്ടവൻ്റെ അവനെ ഒരു ആഷസ്, അവനെ ചാരമാക്കിയാൽ ആ ചാരത്തിൽ നിന്ന് കർത്താവിന് മക്കളെ സൃഷ്ടിക്കുവാൻ കഴിയും എന്നുള്ളത് വിശ്വസിക്കുന്നവന് മാത്രമേ അത് ചെയ്യുവാൻ കഴിയത്തുള്ളൂ. വാ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ സമയം കൊടുത്താൽ കർത്താവ് അതിൽ ആമേൻ ചില കാര്യങ്ങൾ അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുമ്പോൾ, ദൈവരാജ്യത്തിലെ വേലയ്ക്ക് വേണ്ടി ചില സാമ്പത്തിക നന്മകൾ ഞാൻ ഓഫർ ചെയ്യുകയാണ് എങ്കിൽ കർത്താവിന് അതിൻ്റെ നടുവിൽ പ്രവർത്തിക്കുവാൻ കഴിയും. വിശ്വസിക്കുന്നവന് മാത്രമേ അബ്രഹാം ചെയ്തതുപോലെ ആ നിലയിൽ പ്രതികരിക്കുവാൻ കഴിയുകയുള്ളൂ. ആമേൻ. ആ നല്ല മാതൃകയിൽ നിന്നാണ് അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ അബ്രഹാമിനോട് കൂടെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ നിൽക്കുന്ന മലകളും പർവ്വതങ്ങളും മതിലുകളും ഇടിഞ്ഞു വീഴുവാനിടവരും.
നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന പ്രതിസന്ധികൾ രോഗമാകട്ടെ, ഭാരമാകട്ടെ, നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് ശാപമാകട്ടെ, നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് എത്ര ഉയർന്ന പൈശാചിക ശക്തിയുമാകട്ടെ, നിങ്ങൾ വിശ്വസിക്കുകയാണ് എങ്കിൽ ഇന്നത് മാറിപ്പോകുവാനിട വരും. ഇനിയും അതിന് പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. ഇനിയും അതിന് നിങ്ങളെ കബളിപ്പിക്കുവാൻ കഴിയുകയില്ല. ഇനിയും അത് നിന്നോട് പറയുകയില്ല, ചില കാര്യങ്ങൾ കൂടെ നീ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ പോകുകയുള്ളൂ എന്ന്. അതിനിയും നിന്നോട് കള്ളം പറയുകയില്ല. നിനക്ക് മനസ്സിലാകും, അതിനെ തകർക്കുവാൻ എൻ്റെ പക്കൽ നിന്നും മറ്റൊന്നും പുറപ്പെടേണ്ട കാര്യമില്ല. ഞാൻ വിശ്വസിക്കുകയാണ് എങ്കിൽ അത് തകർന്നു പോകുവാനിട വരും. കർത്താവ് പ്രസാദിക്കുന്നത് തന്നെ നമ്മുടെ വിശ്വാസം കണ്ട് കർത്താവ് പ്രസാദിക്കുമെന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും പ്രത്യേകമാകുന്ന ഏതെങ്കിലും കാര്യങ്ങൾ കൊടുത്ത് കർത്താവിനെ നമുക്ക് പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. ഈടാ എല്ലാ പ്രതികൂലങ്ങളുടെയും നടുവിൽ വിശ്വസിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ കർത്താവിന് വലിയ പ്രസാദമാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വിശ്വാസത്തിലൂടെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശ്വാസത്തിലൂടെ നീതീകരിക്കപ്പെടുകയാണ് നമ്മൾ. വിശ്വാസത്തിലൂടെ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വിശ്വാസത്തിലൂടെ നമ്മൾ നീതീകരിക്കപ്പെടുന്നു, വിശ്വാസത്തിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ നീതിമാനാകുന്നു എന്ന് ബോധ്യമുള്ളവർ, നിങ്ങൾ എങ്ങനെയാണ് നീതിമാന്മാരാകുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യം ലഭിച്ചിരിക്കുന്നത്? നിങ്ങളുടെ പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീതിമാന്മാരായിട്ട് നിങ്ങളെ കാണുവാൻ കഴിയുമോ? ഇല്ല. നിങ്ങൾക്ക് ബോധ്യം ലഭിച്ചിരിക്കുന്നത്, ഞാൻ നീതിമാനാകുന്നു എന്ന് ഉറപ്പ് ലഭിച്ചിരിക്കുന്നത് വിശ്വാസത്താലാണ്. വിശ്വാസത്താൽ നിങ്ങൾ നീതീകരിക്കപ്പെട്ടിരിക്കുകയാണ്. വിശ്വാസത്താൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ്. പിന്നെ അങ്ങ് വിശ്വാസത്താൽ എല്ലാ കാര്യങ്ങളും നടക്കുകയാണ്. വിശ്വാസത്താൽ അത്ഭുതം സംഭവിക്കുന്നു. വിശ്വാസത്താൽ രോഗികൾ സൗഖ്യമാകുകയാണ്. വിശ്വാസത്താൽ ഭൂതങ്ങൾ പുറത്തു പോകുകയാണ്. വിശ്വാസത്താൽ പട്ടണങ്ങൾ പിടിച്ചെടുക്കുകയാണ്. വിശ്വാസത്താൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയാണ്. വിശ്വാസമുള്ളവനെ രോഗിയുടെ മേൽ കൈവയ്ക്കാൻ കഴിയത്തുള്ളൂ. യെസ്, വിശ്വസിക്കുന്നവന് രോഗിയുടെ മേൽ കൈവയ്ക്കുവാനുള്ള ധൈര്യം ലഭിക്കും. മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ വിശ്വസിക്കുന്നവന് ധൈര്യം ലഭിക്കും. ബൈബിള് മുഴുവൻ അറിയാമെങ്കിലും നിനക്ക് വിശ്വാസമില്ലെന്നുണ്ടെങ്കിൽ വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവും ഇല്ല. ഈ പൗലോസ് പണ്ട് ശൗലായിരുന്നപ്പോൾ അയാൾക്ക് തോറ മുഴുവൻ കാണാതെ അറിയാമായിരുന്നു. അയാൾക്ക് ബൈബിൾ മുഴുവൻ കാണാതെ അറിയാമായിരുന്നു. പക്ഷെ വല്ല ഗുണമുണ്ടോ? അത് മുഴുവൻ കാണാതെ അറിയാവുന്ന വ്യക്തി കൊലപാതകം ചെയ്യുന്നവനായി തീർന്നു. ഇത് അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇത് നിനക്ക് വെളിപ്പാടായി തീരുകയാണെങ്കിൽ നിനക്ക് വിശ്വാസമാകും. വിശ്വാസത്താൽ നമുക്ക് ലഭ്യമാകുന്ന നീതീകരണം, വിശ്വാസത്താൽ ലഭ്യമാകുന്ന വിശുദ്ധീകരണം, വിശ്വാസത്താൽ അത്ഭുതങ്ങൾ നടക്കുന്നു, വിശ്വാസത്താൽ ആത്മാവിനെ ലഭിക്കുന്നു. ആമേൻ. അങ്ങനെ വന്ന ഈ ലേഖനത്തിലെ കേന്ദ്രം എങ്ങോട്ടാ പോകുന്നറിയാമോ? വിശ്വസിച്ചവൻ എന്തായിത്തീരുകയാണ്? പുത്രനായിത്തീരുകയാണ്. ദൈവത്തിൻ്റെ പുത്രനാകുവാൻ വേണ്ടി പരിച്ഛേദന ഏൽക്കണ്ട, മെഴുകുതിരി കത്തിക്കണ്ട, നിലത്ത് കിടന്നുരുളണ്ട. ഇവിടെ ഇരുന്ന് നീ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവ കുടുംബത്തിൽ ദൈവത്തിന്റെ പുത്രനായിട്ട് തീരുകയാണ്. മക്കളെ അറിയുക, നിങ്ങൾ പുത്രന്മാരായി തീർന്നിരിക്കുകയാണ്. പുത്രന്മാരെന്ന് പറയുമ്പോൾ പ്രമാണി, ഈ ലോകത്തിലെ ഏതെങ്കിലും പ്രമാണിയുടെയോ നേതാവിൻ്റെയോ ഒന്നുമല്ല പുത്രനായി തീർന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ പുത്രനായിട്ട് തീർന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പുത്രനാകുവാൻ വേണ്ടി നീ കാശ് കൊടുത്തില്ല, പരീക്ഷ എഴുതിയില്ല, ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാണിച്ചില്ല. വിശ്വസിച്ച ആ നിമിഷത്തിൽ നീ ദൈവത്തിന്റെ പുത്രനായി തീർന്നിരിക്കുകയാണ്. അങ്ങനെങ്കിൽ നീ പിന്നെ ആരെയാ ഭയപ്പെടുന്നത്? നാട്ടിലുള്ള ഭൂതത്തെ ഭയപ്പെടുവാൻ വേണ്ടിയുള്ള വ്യക്തിയല്ല നീ. രോഗത്തെയോ പരാജയത്തെയോ ഭയപ്പെടുവാനുള്ള വ്യക്തിയല്ല. ഏതാണ്ടൊക്കെ പ്രവർത്തികൾ ഞാൻ ചെയ്തില്ല, 14 വെള്ളിയാഴ്ച ഞാൻ ഉപവസിച്ചില്ല, ഇന്ന ഇടങ്ങളിൽ ഞാൻ നേർച്ച കൊടുത്തില്ല, കാഴ്ച കൊടുത്തില്ല എന്നതിനെ ചൊല്ലി ഭയപ്പെടേണ്ട വ്യക്തിയല്ല നീ. അത് ഭയപ്പെടുന്നവർ, അവരുടെ പേരാണ് ദാസന്മാർ, അടിമകൾ. അവർ ആർക്കടിമകളാണ്? ഈ ലോകത്തിന്റെ സമ്പ്രദായങ്ങൾക്ക് അവർ അടിമകളാണ്. നീ അടിമയല്ല, നീ ദൈവത്തിന്റെ പുത്രനായി തീർന്നിരിക്കുന്നതിനാൽ, നീ പുത്രനാകുന്നതിനാൽ, പുത്രൻ ആകുവാൻ വേണ്ടി നീ മറ്റൊന്നും ചെയ്തില്ല, നീ വിശ്വസിക്കുക മാത്രമാണ് ചെയ്തത്. നീ പുത്രനാകുന്നു എങ്കിൽ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശികളുമാകുന്നു. ആ ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ ജീവിതം മാറ്റപ്പെട്ടിരിക്കുകയാണ്. പഴയ അടിമത്വത്തിൻ്റെ യാതൊരു അനുഭവങ്ങളിലും ഇനി ജീവിക്കേണ്ട കാര്യമില്ല. ഈ ദൈവ സാന്നിധ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് നമ്മൾ പറയുന്നു. ഇപ്പോൾ നമ്മൾ സാന്നിധ്യം അനുഭവിക്കുകയാണ്. സാന്നിധ്യം എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്? ഞാനിപ്പോൾ സന്നിഹിതനാണ് ഇവിടെ. നിങ്ങൾക്കിപ്പോൾ എൻ്റെ സാന്നിധ്യം ലഭിക്കുന്നുണ്ട്. എൻ്റെ സാന്നിധ്യം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവൈലബിലിറ്റിയാണ്. ഞാനിവിടെ ഉണ്ട്.
നിനക്ക് ദൈവ സാന്നിധ്യം, യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? യേശുവിൻ്റെ അവൈലബിലിറ്റിയാണ്. യേശു അവിടെ ഉണ്ട്. അവിടെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ ആ സാന്നിധ്യം അവൈലബിലിറ്റിയാണ് കാണിക്കുന്നത്. ആ സാന്നിധ്യം എന്ന് പറയുന്നത് തോന്നലുകളുടെ അടിസ്ഥാനത്തിലല്ല. നമുക്കിപ്പോൾ ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഈ ഫീലിംഗ് ഇല്ലെങ്കിലും സാന്നിധ്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വചനമാണ്. വചനം എന്താ പറയുന്നത്? ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിൻ്റെ കൂടെ. നിനക്ക് തോന്നിയില്ലെങ്കിൽ പോലും നിൻ്റെ കൂടെ ആരുണ്ട്? ഏറ്റവും കാതലായ ഭാഗം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷം. ഗലാത്യ ലേഖനത്തിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലെ കാതലായ ഭാഗം എന്ന് പറയുന്നത് വിശ്വാസമാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണോ? യെസ്. ആ വിശ്വാസത്തിൽ നിന്ന് ലഭ്യമാകുന്നതെല്ലാം, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലുള്ളതെല്ലാം വിശ്വസിക്കുന്നവന് സൗജന്യമായി ലഭിക്കുവാനിടവരും. അതോടൊന്നിച്ച് തന്നെ ഗലാത്യ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വിശ്വാസം. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് വിശ്വാസമാണ്. എന്നാൽ അതോട് ചേർന്ന് ഒരു കാര്യം കൂടി ഞാൻ പരാമർശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വാസത്തോട് ചേർന്ന് തന്നെ മറ്റൊരു കാര്യം 5-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ളൊരു ജീവിതം. ആമേൻ. അപ്പം ഈ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലെ അനേകം ഘടകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ജീവിതം. ഈ 5-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ 5-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ആരംഭവാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആരംഭവാക്യം ഒന്ന് വായിക്കുക. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുവേൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. നമ്മൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വതന്ത്രരായിരിക്കുകയാണ്. അതുകൊണ്ട് ഗലാത്യ ലേഖനത്തെ നമുക്ക് ഇങ്ങനെ നിർവചിക്കുവാൻ കഴിയും. സ്വാതന്ത്ര്യദാനത്തിൻ്റെ മാഗ്നാ കാർട്ടയാണ് ഗലാത്യ ലേഖനം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ഈ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് നിലനിൽക്കുവാൻ കഴിയണമെന്നുണ്ടെങ്കിൽ തനിയെ നടക്കത്തില്ല. സ്വന്തം കഴിവ് കൊണ്ടോ സ്വന്തം ബലം കൊണ്ടോ വചനം മുഴുവൻ നിങ്ങൾ കാണാതെ പഠിച്ചതുകൊണ്ടോ സാധ്യമല്ല. നിങ്ങൾക്ക് സഹായകനായ ഒരാൾ വരേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകത്തുള്ളൂ. ആ സഹായകൻ ആരാണ്? പരിശുദ്ധാത്മാവ്. ഓ സോ ഹോ സാരാ ആത്മാവിൽ നിങ്ങൾ തുടങ്ങിയെങ്കിൽ ആത്മാവിൽ തന്നെ നിങ്ങൾ അവസാനിപ്പിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾക്ക് തുടക്കം ലഭിച്ചത് പരിശുദ്ധാത്മാവിനാലാണ്. പരിശുദ്ധാത്മാവിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഈ 5-ാമത്തെ അധ്യായത്തിൽ അതുകൊണ്ട് ഈ ലഭ്യമായിരിക്കുന്ന വിശ്വാസത്തെ എതിർക്കുന്ന മറ്റൊരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജഡമെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നു. ആത്മാവിനെ അനുസരിച്ച് നടക്കുവേ. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്ന് മലയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഇംഗ്ലീഷിൽ ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗാഡ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആത്മാവിനാൽ നയിക്കപ്പെടുവീൻ. ഞാനത് വിശദീകരിക്കാം. എന്താണ് ആത്മാവിനാൽ നയിക്കപ്പെടുക എന്നുള്ളത് ഞാൻ വിശദീകരിക്കാം. അതിനു മുന്നമേ ശ്രദ്ധിക്കുക. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. ഇവിടെ എതിർത്ത് നിൽക്കുന്ന മറ്റൊരു പുള്ളിയാണ് ജഡമെന്ന് പറയുന്നത്. ആ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾ ജീവിക്കുവാൻ പഠിക്കണം? ആത്മാവിൽ ജീവിക്കുവാൻ പഠിക്കണം. ആത്മാവിൻ്റെ നിറവിൽ നിങ്ങൾ ജീവിക്കുവാൻ പഠിക്കണം. അവിടേക്ക് വരുന്നതിന് മുമ്പ് ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ജഡമാണ് ഒരു വ്യക്തികൾ ഡോമിനേറ്റ് ചെയ്യുന്നത് എങ്കിൽ ജഡത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ജഡത്തിൻ്റെ നിങ്ങൾ ഒരു ജഡീകനാണ്, ജഡത്താൽ നിയന്ത്രിക്കപ്പെടുന്നവനാകുന്നുവോ എന്ന് വേറൊരാൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിന്റെ പ്രവൃത്തി നോക്കിയാൽ മതി. ജഡത്തിൻ്റെ പ്രവൃത്തികൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. താഴത്തെ ഒരു വലിയ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ജഡത്തിന്റെ പ്രവൃത്തികൾ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ പിന്നെയും പറയുകയാണ്.
ആമേൻ. ജഡത്തിലൊരുത്തൻ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെ നോക്കി അവൻ്റെ പ്രവൃത്തി നോക്കിയാൽ മതി. അവനിൽ നിന്ന് ഇതൊക്കെയായിരിക്കും പുറപ്പെടുന്നത്. ആ പുറപ്പാട്, അവനിൽ നിന്ന് പുറപ്പെടുന്ന ദുഷ്കാമം, വിചാരശങ്ക, ഈ സാധനങ്ങൾ പുറപ്പെടുന്നത് കൊണ്ട് അവന് സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ദൈവരാജ്യം അവൻ അവകാശമാക്കുകയില്ല. പുത്രനാണെന്നുണ്ടെങ്കിൽ പുത്രന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് അറിയാമോ? അവൻ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. അവകാശി എന്ന് പറഞ്ഞ